സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള തേർഡ് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കോളേജ് ജോയിനിങ്, മാൻഡറ്ററി ഫീ, പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള തേർഡ് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്തു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മിനിറ്റ് ഓക്കെ admission.uoc.ac.in നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് സർക്കുലർ നമുക്കൊന്ന് നോക്കിക്കളയാം. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻസ് പത്രക്കുറിപ്പ്. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനനുബന്ധിച്ച് മൂന്നാം അലോട്ട്മെൻറ്റിനോടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് 17/7/2026 ജൂലൈ മാസം 17 വൈകിട്ട് 5 മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായി സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. ഇവിടെ മാൻഡറ്ററി ഫീ അടയ്ക്കുക, ശേഷം ജൂലൈ മാസം 17 നിങ്ങളുടെ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാനുണ്ട്. പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഇല്ല. എന്നാൽ ഇപ്പം ഈ മാൻഡറ്ററി ഫീ അടയ്ക്കണം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കാതിരിക്കുകയും മൂന്നാം അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുന്ന കുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത്, ഫീസ് അടയ്ക്കേണ്ടത്, മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടത്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിച്ചിട്ട് ഓൾറെഡി ഒരു മാൻഡറ്ററി ഫീ അടച്ചൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഒന്നിലും രണ്ടിലൊന്നും ലഭിക്കാതെ മൂന്നാമത്തേൽ ആദ്യമായി ലഭിക്കുന്നവരാണ് ഈ ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ, അലോട്ട്മെൻറ്റ് ലഭിച്ചു ജൂലൈ മാസം 17 വൈകിട്ട് 5 മണിക്കകം ഹാജരാകണം. അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതായിരിക്കും. പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടച്ച ശേഷമാണ് കോളേജിൽ പ്രവേശനം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ലഭിച്ചവർ മാൻഡറ്ററി ഫീ അടയ്ക്കണം. ഇപ്പോൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികളെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും. 1-2 അലോട്ട്മെൻറ്റുകൾ ലഭിച്ച് മാൻഡറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മാറ്റമുണ്ടെങ്കിൽ കൂടി വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1-2 നിങ്ങൾ അടച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, മാൻഡറ്ററി ഫീ നിങ്ങൾ ഓൾറെഡി അടച്ചു, എന്നിട്ടും നിങ്ങൾക്ക് അതേ ഓപ്ഷനാണ് കിട്ടിയത് മൂന്നാം അലോട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ വേറെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ വീണ്ടും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് ഇല്ല എന്നുള്ള വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുൻപ് കോളേജുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായി അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ്. രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ മൂന്നാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ നിന്നും നിർബന്ധമായും വിടുതൽ വാങ്ങേണ്ടതും മൂന്നാം അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതുമാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് കോളേജുമായിട്ട് ബന്ധപ്പെടുകയും അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം എന്ത് ചെയ്യണം, പാലിക്കുകയും വേണം. രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ അതായത് ഉദാഹരണം പറയുന്നത് 5ാമത്തെ ഓപ്ഷൻ, രണ്ടാം അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ 4, 3, 2, 1 കിട്ടി. അങ്ങനെയെങ്കിൽ പഴയ കോളേജിൽ നിന്നും TC വാങ്ങി പുതിയ കോളേജിൽ പ്രവേശനം നേടണം. പ്രസ്തുത വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസും റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടാകും. റീഫണ്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതായത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പെർമനൻ്റ് അഡ്മിഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മുൻപേ ലഭിച്ച കോളേജിൽ ഫീസ് അടച്ചിട്ടുണ്ടാവും. ആ മുഴുവൻ ഫീസും നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടെന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ലഭിച്ച ഓപ്ഷൻ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടെങ്കിൽ 17/7/2026 നിർബന്ധമായും ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുൻപ് ലഭിച്ച അഡ്മിഷൻ നഷ്ടമാകുന്നതും അതൊരു കാരണം വെച്ചാലും പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതുമല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ അത് നിങ്ങൾ തൃപ്തരാണ്, നിങ്ങൾക്ക് 4, 3, 2, 1 വേണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 4, 3, 2, 1 ക്യാൻസൽ ചെയ്തിടണം. 4, 3, 2, 1 ക്യാൻസൽ ചെയ്തിടണം. അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ 5 ലഭിച്ചൊരു കുട്ടിക്ക് അത് തൃപ്തിയായിരുന്നു, അടുത്തതിൽ 4, 3, 2, 1 കിട്ടി. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് മാറേണ്ടി വരും. ഞാൻ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയതാണ്, ഞാൻ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താണ്, ഞാൻ മറന്നുപോയതാണ്, എനിക്ക് 5 തന്നെ മതി എന്ന് പറഞ്ഞാൽ കിട്ടില്ല, പുതിയ കിട്ടുന്നിടത്തേക്ക് മാറേണ്ടി വരും. അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അല്ലാതെയുമുള്ള അഡ്മിഷൻ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, PWBD, സ്പോർട്സ് തുടങ്ങിയവ
ലഭിച്ചവർക്കും മാൻഡറ്ററി ഫീ അടയ്ക്കുന്നതിനുള്ള സൗകര്യം സ്റ്റുഡൻറ്റ് ലോഗിൽ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ മാത്രമല്ല മാനേജ്മെൻറ്റ്, അൺഎയ്ഡഡ്, അത് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, PWD, സ്പോർട്സ് തുടങ്ങിയ കോട്ടകളിൽ പ്രവേശനം ലഭിച്ചവർക്ക് മാൻഡറ്ററി ഫീ അടയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി അനുസരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മിസ്കൃത ഫോൺ എഫോർട്ട് എന്താ കരിയർ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.